നിലവിൽ എന്താണ് കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ സംഭവിക്കുന്നത് എന്ന് പലർക്കും ഒരു ആശങ്കയുള്ളൊരു കാര്യമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, കേരള ബ്ലാസ്റ്റേഴ്സിനെ പോലെ ഒരു ടീമിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സാമ്പത്തികമായ പ്രതിസന്ധികളൊക്കെ നേരിടുന്ന സാഹചര്യത്തിൽ പുതിയ ഇൻവെസ്റ്റേഴ്സിനെ കിട്ടും, അല്ലെങ്കിൽ പുതിയ ഇൻവെസ്റ്റേഴ്സിന് വേണ്ടി കാത്തിരിക്കുകയാണെന്ന തരത്തിലൊക്കെ തന്നെ റിപ്പോർട്ടുകളൊക്കെ തന്നെ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട് 2-3 ഗ്രൂപ്പുകളുടെ, അതായത് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ഗ്രൂപ്പുകളുടെ പേരൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും പലതിലും അധികം വിശ്വസിക്കേണ്ടതായിട്ടില്ല എന്നാണ് മാർക്കസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ഒരുപാട് കാര്യങ്ങൾ പുറത്തേക്ക് വരുന്ന സാഹചര്യത്തിൽ തന്നെ പല താരങ്ങളും കേരള ബ്ലാസ്റ്റേഴ്സ് ടീം വിട്ടു പോയ ഒരു സാഹചര്യം കൂടി നമ്മൾ കണ്ടതായിരുന്നു. ഈ താരങ്ങളൊക്കെ തന്നെ, അതായത് ഗോൾ കീപ്പറായിട്ടുള്ള സച്ചിൻ സുരേഷ് ഉൾപ്പെടെയുള്ള താരങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സ് ടീം വിട്ടതിൻ്റെ ഒരു സാഹചര്യത്തിൽ ആരാധകർക്ക് വളരെ വലിയ ആശങ്കകളൊക്കെ തന്നെ അതിലൂടെ സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നതാണ്. ഇനി കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബ് പൂട്ടുകയാണെന്ന തരത്തിലൊക്കെ തന്നെ. പക്ഷേ നമുക്ക് നിലവിൽ മനസ്സിലാക്കുന്ന സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ നിന്നും നിലവിൽ ടീം വിട്ടു പോയിട്ടുള്ള താരങ്ങളൊക്കെ തന്നെ കോൺട്രാക്റ്റ് കഴിഞ്ഞവരാണ്. നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്യാപ്റ്റനൊക്കെ ആയിട്ടുണ്ടായിരുന്ന അഡ്രിയാൻ ലൂണയും ടീം വിട്ട് പോയേക്കാം എന്ന തരത്തിലൊക്കെ തന്നെ റിപ്പോർട്ട് പുറത്തേക്ക് വരുന്നുണ്ട്. നമുക്കറിയാം, അഡ്രിയാൻ ലൂണ ഒരു ലോൺ കാലയളവിൽ മറ്റൊരു ടീമിന് വേണ്ടി നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും പോയി കളിക്കുകയായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് തിരിച്ചെത്തി എന്ന തരത്തിലൊക്കെ തന്നെ വാർത്ത പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നതാണ്. അദ്ദേഹം നേരത്തെ ലോണിൽ കളിച്ചിരുന്ന ക്ലബ്ബിൽ നിന്നും ബൈ പറഞ്ഞ് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് തിരിച്ചെത്തുന്നു എന്ന തരത്തിൽ വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നതാണ്. സോ ആ ഒരു സാഹചര്യത്തിൽ ഇദ്ദേഹവും കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടു പോവുകയാണെന്ന തരത്തിലൊക്കെ തന്നെ റിപ്പോർട്ട് തരത്തിൽ ട്രാൻസ്ഫർ മാർക്കറ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായതാണ്. അതായത് റൂമർ അടിസ്ഥാനത്തിൽ ഒരു വാർത്തയായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായതാണ്. സോ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് വളരെ വലിയ ആശങ്കകളൊക്കെ തന്നെ സൃഷ്ടിക്കുന്ന കാര്യങ്ങളായിരുന്നു. എങ്കിൽ പോലും നിലവിലെ ഡ്യൂറൻ കപ്പ് ഉടൻ തന്നെ നടക്കേണ്ട ഒരു സാഹചര്യമാണ്. ഡ്യൂറൻ കപ്പിന് വേണ്ടിയാണ് നിലവിൽ ആരാധകർ കാത്തിരിക്കുന്നത്. സോ ഡ്യൂറൻ കപ്പ് ഇനി ഡിലേ ആവുകയാണെങ്കിൽ, അതായത് ഡ്യൂറൻ കപ്പുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളൊന്നും വന്നിട്ടില്ല. സോ ഡ്യൂറൻ കപ്പ് ഈ ഒരു സാഹചര്യത്തിൽ ഡിലേ ആവുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായും ISL തുടങ്ങുവാനും കുറച്ച് ഡിലേ വന്നേക്കാം. നിലവിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഡേറ്റ് സെപ്റ്റംബറിലാണ്. സോ സെപ്റ്റംബറിൽ നിന്നും അത് നവംബർ വരെ നീളുവാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എടുത്ത് പറയേണ്ടതാണ്. സോ കണ്ടു തന്നെ അറിയാം എന്തായിരിക്കും ഇനി ISL അല്ലെങ്കിൽ ഇന്ത്യൻ ഫുട്ബോളിൽ സംഭവിക്കുവാനായിട്ട് പോകുന്നതെന്ന്.